ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുജാതാസ് കുക്കിംഗ് മാജിക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് കറിയാണ്. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയാണ് ഞാൻ എല്ലാ കുക്കിങ്ങിനും ഉപയോഗിക്കുന്നത്, ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് സാമാന്യം വലിപ്പമുള്ള ഒരു ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. വളരെ നേരിയതായിട്ടാണ് ഞാൻ ഉള്ളി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് സോഫ്റ്റായതിന് ശേഷം കുറച്ച് ഇഞ്ചി, 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും 2 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നല്ലവണ്ണം സോഫ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ആയിക്കോട്ടെ. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. കറിക്കൊരു നല്ല കളറ് കിട്ടാൻ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. അപ്പോൾ മുളക് പൊടി അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. എല്ലാം ഒന്ന് പച്ചനിറം മണം മാറിയതിന് ശേഷം ഞാൻ ഒരു വലിയ തക്കാളി ഒന്ന് അരച്ചെടുത്തിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി അരക്കാതെ തന്നെ ഉപയോഗിക്കാം. ഞാനിവിടെ അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കൂടി, പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇത് നമുക്ക് ചപ്പാത്തി, റൊട്ടി, അതുപോലെ തന്നെ നെയ്ച്ചോറ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും മേച്ചാവുന്ന ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു 5-8 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ഉരുളക്കിഴങ്ങൊന്ന് വേവുന്നത് വരെ നമുക്ക് അടച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. മസാലകളൊക്കെ കഷ്ണങ്ങളിലെല്ലാം പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ട തേങ്ങാപ്പാൽ, തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കൂടി ഈ അവസരത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരം തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത്. മുട്ടക്കറിക്ക് അതുപോലെ തന്നെ ഗ്രേവിയും ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവിയും നമുക്ക് കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇപ്പോൾ നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി മുട്ടയുടെ മുകളിലൊന്ന് വരഞ്ഞിട്ട്, മസാലകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടയുടെ മുകളിൽ വരഞ്ഞു കൊടുക്കുന്നത്. വരഞ്ഞു കൊടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി, സിമ്പിൾ ഒരു എഗ്ഗ് കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തിരക്ക് പിടിച്ച് പണി ചെയ്യുന്നതിനിടയിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം. പുട്ടിനായാലും ദോശ, ചപ്പാത്തി ഇവിടെ കൂടി ആയാലും നമുക്ക് പെട്ടെന്നൊരു കറി തയ്യാറാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കറിയാണ് എഗ്ഗ് കറി എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഹെൽത്തിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അധികം സ്പൈസി അല്ല. ആവശ്യത്തിന് മാത്രം എരിവ് ചേർത്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത്
ജസ്റ്റ് ഒന്ന് തിളക്കാൻ വിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഈ കറിയൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതുവരെ, അതായത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയാണ്. തക്കാളിയുടെ പുളി ഇതിന് ഓൾറെഡി ഉണ്ട്. എന്നാലും ഇപ്പോൾ നമ്മുടെ എഗ്ഗ് കറി, സിമ്പിൾ ആൻഡ് ഈസി എഗ്ഗ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.